ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് പറയപ്പെടുന്ന ഒരു പ്രധാന കാര്യം, ഒത്തിരി പേര് ഇങ്ങനെ പ്രസംഗിക്കാറുണ്ട്, പള്ളികളിലും മറ്റ് പല പ്രോഗ്രാമിൽ പ്രസംഗിക്കാറുള്ളതാണ്. 1000 പുൽക്കൂടുകളിൽ യേശു എന്ന് പറഞ്ഞാലും നിന്റെ ഹൃദയത്തിൽ യേശു എന്ന് പിറക്കുന്നില്ലെങ്കിൽ എന്തു പ്രയോജനം എന്ന്. അതിങ്ങനെ പരത്തി വിശദമായിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് പ്രസംഗിച്ച് അങ്ങൊപ്പിക്കും. പക്ഷെ അതിനകത്തൊരു വലിയ അബദ്ധം പ്രചരിക്കുന്നുണ്ട്. സത്യവിശ്വാസത്തിൽ നിരക്കാത്ത, കത്തോലിക്ക പ്രബോധനത്തിൽ നിരക്കാത്ത ഒരു കാര്യം അതിലൂടെ പ്രചരിക്കുന്നു. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ. എന്താണ് തെറ്റ്? മറ്റ് മതസങ്കല്പങ്ങൾ പോലെ ക്രൈസ്തവ വിശ്വാസം യേശുക്രിസ്തു എല്ലാ ആണ്ടിലും വന്നു പിറക്കുന്നു എന്നല്ല. യേശുക്രിസ്തു ചരിത്രപുരുഷനാണ്. ജനിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ആയിരിക്കുന്നു. പിന്നീട് അപ്പസ്തോലന്മാരിലൂടെ പ്രവർത്തിക്കുന്നു, സഭയിലൂടെ പ്രവർത്തിക്കുന്നു. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഈ നിലയിൽ ആണ്ടിലാണ്ടിൽ പുൽക്കൂട്ടിൽ വന്ന് പിറക്കുന്നു എന്നത് ഈ ഓണക്കാലത്തൊക്കെ പാതാളത്തിൽ നിന്ന് വരുന്ന ചിലരെക്കുറിച്ചൊക്കെ പറയുന്നത് പോലെ ആണ്ടിലാണ്ടിൽ അങ്ങനെ പുൽക്കൂട്ടിൽ വന്ന് പിറക്കുന്നു എന്ന് വലിയ അബദ്ധമാണ്. കാരണം അത്ര ആത്മാർത്ഥതയില്ലാതെ എങ്ങനെയെങ്കിലും അലങ്കോലമായിട്ട് പുൽക്കൂടുണ്ടാക്കിയാൽ യേശു വന്ന് പിറക്കില്ല എന്നും, വളരെ മനോഹരമായ കൊച്ചു കുട്ടികളുണ്ടാക്കിയാൽ ആ പുൽക്കൂട്ടിൽ യേശു വന്ന് പിറക്കുമെന്നും ഒക്കെ വളരെ തന്മയത്വപൂർവ്വം അവതരിപ്പിക്കാനൊക്കെ നമുക്ക് അറിയാം. അച്ഛന്മാരൊക്കെ അങ്ങനെ പറയാറുണ്ട്. പക്ഷേ എപ്പോൾ വന്ന് പിറന്നു, എപ്പോൾ പോയി, തണുക്കുന്നുണ്ടോ, ആ പിറവിക്ക് ശേഷമുള്ള മറ്റ് ബാല്യകാലത്ത് എങ്ങനെ, യൗവനം എങ്ങനെ, പരസ്യജീവിതം എങ്ങനെ, അത് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ വസ്തുനിഷ്ഠമായി ചിന്തിച്ചാൽ പിറക്കുന്നൊരു സമയമില്ല, പിറന്ന ശേഷം ഇവിടുന്ന് വീട്ടിൽ നിന്ന് എന്ന് പോയി, പുൽക്കൂട് അടിച്ചപ്പോൾ പോയി എന്നാണോ? അതൊന്നും നമുക്ക് പറയാവുന്ന പോയിൻ്റല്ല. അതൊന്നും പരാമർശിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സാങ്കല്പികമല്ല ക്രൈസ്തവ വിശ്വാസം. അത് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടതാണ്. അത് സത്യവിശ്വാസമാണ്, അത് സാങ്കല്പികമല്ല. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു പിറക്കുന്നുണ്ടെങ്കിൽ, ചരിത്രപുരുഷൻ എന്നതിൽ പിറന്നതും മരിച്ചതും ഉയർത്തതും കൂടാതെ വീണ്ടും പിറക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ പിറവിയേ ഉള്ളൂ. കത്തോലിക്ക സഭയുടെ ബലിവേദികളിൽ പൗരോഹിത്യ അഭിഷേകം പ്രാപിച്ചവർ തങ്ങളുടെ ശുശ്രൂഷ വഴി കുർബാനയിലൂടെ ആ കോൺസെൻട്രേഷൻ സമയത്ത്, കുദാശ വചനം ഉച്ചരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മൊത്തമായിട്ട് കുർബാനയിൽ നമുക്ക് പറയാം, അങ്ങനെ ആ കുർബാനയിലൂടെ ആ തിരുവോസ്തിയിലേക്ക് കടന്നു വരുന്ന ആ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ, അങ്ങനെ വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരുന്ന ആ ഒരു സാന്നിധ്യം പുതിയൊരു ജനനമായി കണക്കൂട്ടാം. കാരണം അത് ശാരീരിക സാന്നിധ്യമാണ്. സത്തപരമായ ഭേദം ഓസ്തിയിൽ സംഭവിക്കുന്നുണ്ട്. യേശുവിൻ്റെ ശരീരത്തിന് കൊടുക്കേണ്ട അതേ വണക്കം നമ്മൾ കൊടുക്കേണ്ടതാണ്, ആദരവ് കൊടുക്കുന്നുണ്ട്. ആ നിലയിൽ അതൊരു ശാരീരിക സാന്നിധ്യമാണെങ്കിൽ ക്രിസ്തുവിന് വീണ്ടും ജനനം കൊടുക്കുന്നത്, കന്യാമറിയം പണ്ട് ജന്മം കൊടുത്തതുപോലെ പുരോഹിതർ വീണ്ടും ജന്മം കൊടുക്കുന്നു ഓരോ ഇടങ്ങളിലും എന്ന് ചിന്തിക്കാം. അതല്ലാതെ ആണ്ടിലാണ്ടിൽ പുൽക്കൂടി വന്ന് പിറക്കുന്നു, പുൽക്കൂട് ഉണ്ടാക്കിയില്ല വന്ന് പിറക്കില്ല എന്നൊക്കെയുള്ള തെറ്റായ സന്ദേശവും അങ്ങനെയുള്ള മിത്തായിട്ട് മറ്റു മതത്തിൻ്റെയൊക്കെ ദൈവിക സങ്കല്പം പോലെയൊക്കെ ക്രൈസ്തവ വിശ്വാസം അധപ്പതിക്കുന്ന ഒരവസ്ഥയായി പോകുന്നുണ്ട്. 1000 പുൽക്കൂടിൽ വന്ന് പിറന്നാലും സ്വന്തം ഹൃദയത്തിൽ വന്ന് പിറക്കുന്നില്ലെങ്കിൽ എന്ന് പറയുമെന്ന് ചോദ്യം. അപ്പോൾ ഹൃദയത്തിൽ വന്ന് പിറക്കുന്നത് തന്നെ പറയുന്നത് തന്നെ അതൊരു സാങ്കല്പികമല്ലേ?